ഗബ്രിയെ ശ്വാസം മുട്ടിച്ചിരിക്കുകയാണ് ടാസ്കിലൂടെ ജിൻഡോ. ശരിക്കും ഇതൊരു സ്ട്രൈക്ക് കാർഡ് കിട്ടും, റെഡ് കാർഡോ അല്ലെങ്കിൽ യെല്ലോ കാർഡോ കിട്ടാനുള്ള വേലയാണ് ജിൻഡോ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. ലാലേട്ടൻ്റെ CID രാംദാസ് വന്നിട്ട് പോലും പ്രശ്നങ്ങളൊന്നും അവസാനിക്കാത്ത ഒരു രീതിയിലാണ് പ്രൊമോകൾ രണ്ടെണ്ണം ഞെട്ടിക്കുന്ന പ്രൊമോയാണ്. ഇന്ന് രാവിലെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഇപ്പോഴും ഒരു പ്രൊമോ വന്നിരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഭീകര പ്രശ്നമാണ് വീടിനകത്ത് ചലഞ്ചിങ് ടാസ്ക് 3 നടന്നത്. ലൈവിൽ ഇപ്പോൾ എന്തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? റസ്മിൻ പൊട്ടി കരഞ്ഞുകൊണ്ട് കൺഫഷൻ റൂമിലിരിക്കുകയാണ്. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും സ്ഥിരം പ്രേമ നാടകം തുടരുകയാണ്. ലൈവിൽ നടക്കുന്ന അപ്ഡേറ്റും പ്രൊമോ അപ്ഡേറ്റും പറയാനാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം പ്രൊമോയുടെ കാര്യം പറയാം. ഇന്നലെ അർദ്ധരാത്രി 12 മണി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പ്രൊമോ വന്നിരുന്നത്. നമ്മുടെ ജിൻഡോയും ഈ പറയുന്ന ഗബ്രിയും കൂടെ കയ്യാങ്കളി ടാസ്ക് ചലഞ്ച് 3 അതായത് ചലഞ്ച് വേറെ ഒന്നുമല്ല, നമ്മുടെ 2 ടീമുണ്ടല്ലോ, ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ ഡെന്നും പവർ ടീമും കൂടെയുള്ള നേരിട്ടുള്ള മത്സരമാണ്. അപ്പോൾ ആ മത്സരത്തിൽ ഇവരുടെ കയ്യിലൊരു കോയിൻ കൊടുക്കും, ഒരൊറ്റ കോയിൻ കാണും. ഈ കോയിൻ അപ്പുറത്തെ നമ്മുടെ എതിർ ടീമിൻ്റെ കണ്ടസ്റ്റൻറ്റിൻ്റെ ആരുടെയെങ്കിലും ദേഹത്ത് ഒട്ടിക്കുക. അപ്പോൾ ബസർ അടിക്കുന്ന സമയത്ത് കുറേ റൗണ്ട് ഉണ്ട്. ബസർ അടിക്കുന്ന സമയത്ത് ഈ കോയിൻ ആരുടെ ദേഹത്താണ് ഒട്ടിയിരിക്കുന്നത് അവർ ഔട്ടാവും ആ റൗണ്ടിൽ നിന്ന്. അങ്ങനെ അവസാനം ആരാണോ വരുന്നത് ആരുടെ ദേഹത്താണോ അവസാനം വന്ന് ഇല്ലാത്തത് അവരുടെ ടീമായിരിക്കും ജയിക്കാൻ പോകുന്നത്. അതാണ് ടാസ്ക്. അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തോന്നുന്നു സീസൺ 5 നല്ല അടിപൊളിയായിട്ട് നല്ല രസകരമായിട്ട് നടന്നൊരു ടാസ്ക്കാണ്. നമ്മുടെ ശോഭയും ആരാധകരുടെ നല്ല അടിപൊളിയായിട്ട് നടന്നൊരു ടാസ്ക്കാണ് സീസൺ 5. പക്ഷേ ഈ സീസൺ 6 സെയിം ഈ ടാസ്ക് വന്നിട്ട് പോലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് ജിൻഡോയും ഗബ്രിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചൊട്ടിച്ച് അവസാനം ഗബ്രി എങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജിൻഡോ ഒട്ടിക്കുന്നു. ഗബ്രിയുടെ മുതുകിൽ ആ കോയിൻ ഒട്ടിച്ചിട്ട് മറിഞ്ഞ് 2 പേരോട് അങ്ങ് നിലത്ത് വീഴുന്നു. ഗബ്രി താഴെ കിടക്കുവാണ്, അതിൻ്റെ മുകളിൽ ജിൻഡോ കിടക്കുവാണ്. ജിൻഡോ വിടുന്നില്ല. ജിൻഡോ ഇങ്ങനെ ഇറക്കി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വീട്ടുകാരെല്ലാവരും വന്ന് ജിൻഡോ മാറ് ഗബ്രിയെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ജിൻഡോ മാറുന്നില്ല. ജിൻഡോ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇതാണ് വീട്ടുകാരെല്ലാവരും വന്ന് പിടിച്ച് മാറ്റുന്നു, പക്ഷേ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കരമായ കയ്യാങ്കളിയാവുകയാണ് ആ ഒരു പ്രൊമോയ്ക്ക് അത് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ പ്രൊമോ ഇപ്പോൾ കുറച്ച് നേരെ ആയിട്ടുള്ള വന്നിട്ട് അതിനകത്താണ് നല്ല പോലെ ഗബ്രി ഫയർ ആവുന്നുണ്ട്. എന്തിനാണ് എന്നെ ശ്വാസം മുട്ടിക്കാനായിട്ട് നോക്കി എന്ന് പറഞ്ഞപ്പോൾ സിജോ പറയുന്നത് നീയും ചെയ്തില്ലേ ജിൻഡോയെ. അപ്പം ഭയങ്കര ഇവർ അടി കൂടുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് അടുത്ത പ്രൊമോ വന്നത്. ഭയങ്കരമായിട്ട് അടി കൂടുന്നു. അപ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുന്നു ക്യാപ്റ്റൻ 2 പേരെയും ഗബ്രിയെയും ജിൻഡോയും 2 റൂമുകളിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നത്. കാരണം അത്രമാത്രം ബിഗ് ബോസ് ഇന്ന് വരെ അങ്ങനെയൊന്നും അനൗൺസ് ചെയ്തില്ല. 2 പേരെ 2 ഭാഗത്തോട്ട് കൊണ്ടുപോകുന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അത്രമാത്രം അടിയായി, ഭയങ്കരമായിട്ടുള്ള അടിയായി. ഫിസിക്കൽ അറ്റാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് തൊട്ടില്ല ലെവലിൽ പറയാം. കാരണം അങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന രീതിക്ക് ജിൻഡോ മുകളിൽ കിടന്നു, ഗബ്രി അടിയിൽ കിടക്കുമല്ലോ. അപ്പോൾ ശ്വാസം ഓൾറെഡി മുട്ടുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവത്തിൽ 2 പേര് 2 റൂമിൽ പോയിരിക്കുന്നു. അവരുടെ ടീം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വാഗ്വാദങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ജിൻഡോ പറയാം ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഞാൻ ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഗബ്രി പറഞ്ഞു എന്നെ ശ്വാസം മുട്ടിച്ചില്ല. അപ്പോൾ ഋഷിയും ഗബ്രിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുവാണ്. കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിക്കുമ്പോഴാണ് മറ്റേ ഹോളോഗ്രാം CID രാംദാസ് ലാലേട്ടൻ്റെ രൂപം അതിനകത്തിരുന്ന് ഇങ്ങനെ അത് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ആലാട്ട് പോലെ ചുവപ്പ് നിറമൊക്കെ കത്തിട്ട് പറയണം, നിങ്ങൾക്ക് കളിക്കാൻ അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്ന ഒരു സംഭവമാണ്. അതായത് അത്രമാത്രം പ്രശ്നം ആയിരിക്കുകയാണ്. ഇതെന്തായാലും ജിൻഡോക്കായാലും ഗബ്രിക്കായാലും ആരാണോ ഇതിനകത്ത് ഇപ്പോൾ ലൈവ് വരുമ്പോൾ അറിയാം തെറ്റുകാരൻ, അവർക്ക് ഒരു സ്ട്രൈക്ക് കാർഡ് കിട്ടാനുള്ള കേസാണ്. കിട്ടും. കാരണം തമിഴ് ബിഗ് ബോസിൽ സെയിം എക്സാക്റ്റ് ഇതുപോലൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഇത്ര പോലെ ഒന്നും ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എടുത്തിങ്ങനെ അടിച്ചതിനാണ് പ്രദീപ് എന്ന് പറയുന്നൊരു കണ്ടസ്റ്റൻറ്റിനെ വിജയ് എടുത്ത് ഇതുപോലെ അടിച്ചിരുന്നു. അതിനാണ് കൊടുത്തത് ഒരു സ്ട്രൈക്ക് കാർഡ്, യെല്ലോ കാർഡാണ് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ ജിൻഡോക്ക് എല്ലാ കാർഡ് കിട്ടും എന്നാണ് തോന്നുന്നത്. കാരണം സെയിം ലൈക്ക് ഇപ്പോൾ അതുപോലെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ നടന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവിൽ കണ്ടൻറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. റസ്മിന് ഭയങ്കര വിഷമം. അതായത് ഈ പറയുന്ന ജാസ്മിൻ്റെ കൂടെയും ഗബ്രിയുടെ കൂടെയൊക്കെ ഞാൻ ഒതുങ്ങി പോകുന്നുണ്ടോ, എനിക്ക് പുറത്ത് നെഗറ്റീവ് ആവുന്നുണ്ടോ, കുറച്ചങ്ങ് അലക്കി വെളുപ്പിക്കാം എന്നുള്ള ലെവലിൽ റസ്മിൻ കൺഫഷൻ റൂമിലോട്ട് പോകുന്നു. ബിഗ് ബോസിൻ്റെ അടുത്ത് കുറേ നേരം കരയുന്നു, എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ്, എനിക്ക് പറ്റുന്നില്ല, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല, ഞാൻ അവരുടെ കൂടെയാണെന്ന് വേറെ കുറേ ആൾക്കാർ പറയുന്നു, ഇവരുടെ കൂടെയാണെന്ന് അവർ പറയുന്നു, ഞാൻ അവരുടെ കൂടെയല്ല, ഞാൻ അവരെ കേട്ടിരിക്കുന്നതാണ്, പക്ഷേ എന്നെ കേൾക്കാൻ ആരുമില്ല എന്നല്ല പറഞ്ഞുകൊണ്ട് റസ്മിൻ കുറേ കാര്യങ്ങളിൽ ഇന്ന് കരയുന്നു. പിന്നീട് അപ്പോൾ എന്നിട്ട് റസ്മിനെ ആശ്വസിപ്പിച്ച് നിങ്ങൾ എന്തിനാണ് അവിടെ വന്നത്, അത് ഞാൻ ടോപ്പ് 5 വരാനാണ്, പക്ഷേ ഇപ്പം ഞാൻ ടോപ്പ് 5 വരില്ലെന്നാണ് തോന്നുന്നത് എന്നൊക്കെ റസ്മിൻ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇട്ടിട്ട് പറയുന്നു. ഒരുവിധം ബിഗ് ബോസിൻ്റെ സ്ഥിരം ആശ്വാസവാക്കെല്ലാം പറഞ്ഞ് വന്ന ലക്ഷ്യത്തിന് തന്നെ നിങ്ങൾ ഇപ്പോഴും പൊരുതണമെന്നെല്ലാം പറഞ്ഞു വിടുന്നു. അതിനുശേഷം ജാസ്മിന് പനിയാണ്, പനിക്കോള്
ജാസ്മിൻ കിടക്കുന്നു, ഗബ്രി അടുത്ത് പോകുന്നു. ജാസ്മിൻ പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യ, ഈ തലവേദന. ഇവൻ വിടുന്നില്ല. ഇവർ രണ്ടുപേരുടെയും പ്രേമ നാടകം ഓക്കെ. ഇതിനകത്ത് ഒരാൾക്ക് വയ്യാതിരിക്കുമ്പോഴെങ്കിലും മാറിയിരിക്കുന്നത്. ഇതിപ്പോൾ മാറാതെ ജാസ്മിൻ ഞാൻ നിന്നെ വല്ലതും ചെയ്തോ ജാസ്മിൻ ആണെങ്കിൽ എൻ്റെ പൊന്ന് ഗബ്രി എനിക്ക് വയ്യ, എനിക്ക് തലവേദനിക്കുന്നു. ഇവൻ എണീറ്റ് പൊയ്ക്കൂടെ? രണ്ടുപേരുടെയും ഡ്രാമയാണെന്ന് കാണുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഇവൻ പോകില്ല. ജാസ്മിൻ എഴുന്നേറ്റ് കിടന്ന് പോകുന്നു, മുഖം കഴുകുന്നു, തിരിച്ചു വരുന്നു. എടി ഞാൻ നിന്നെ വല്ലതും പറഞ്ഞ എന്താണ് ഇവിടെ? അപ്പം ജാസ്മിൻ ഇനി കുറച്ച് നാടകം നടക്കാം. ജാസ്മിൻ പറയാണ് അത് ഇവിടെയുള്ള 10 പേര് നിൻ്റെ അടുത്ത് ആരെന്ത് പറയാമെന്ന് കഴിഞ്ഞാൽ നീ കേൾക്കൂല, നീ എല്ലാവരുടെയും ലിസ്റ്റിൽ പോലെ തന്നെയാണ് എന്നെ പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്ഥിരം നാടകം, മ്ലേച്ഛകരമായിട്ടുള്ള നാടകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടക്കട്ടെ, നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കാം. വളരെ 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 മോശം. ഈ ജബ്രി ഒന്ന് തകർന്ന് കിട്ടിക്കഴിഞ്ഞാൽ കാണാനൊരു രസം ഉണ്ടാവുമായിരുന്നു. നോക്കാം നമുക്ക്. അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. വിശേഷമായിട്ട് ലൈവിലൊന്നും ഒരു പുല്ലുമില്ല, ഒന്നുമില്ല ലൈവിൽ. രാവിലെ ഇൻഫ്ലുവൻസിങ് ക്ലാസ് ആയിരുന്നു, എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം, എങ്ങനെ സക്സസ് ആവുന്നൊക്കെ ഉള്ളത്. ഒന്നുമില്ല. അടുത്ത അപ്ഡേറ്റ് ഇട്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ അല്ലെങ്കിൽ ലൈവ് വിശേഷമായിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.